നമസ്കാരം. എന്നോടൊപ്പമുള്ളത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സീനിയർ അക്കൗണ്ടൻ്റായി ഇന്ന് വിരമിക്കുന്ന ജയകുമാർ സാറാണ്. പക്ഷേ അദ്ദേഹം ഈ മുഖവുരയിലല്ല അറിയപ്പെടുന്നത്. ലോകമറിയപ്പെടുന്ന ഹോക്കി താരവും പരിശീലകനും ഒക്കെയാണ്. ഇന്ത്യൻ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനും ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ അഭിമാന താരവുമായ PR ശ്രീജേഷിനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ പ്രതിഭയെ കണ്ടെത്തിയ കോച്ച് കൂടിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ വിരമിക്കൽ ദിനത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികൾ എന്ന് നമുക്ക് ചോദിച്ചറിയാം. സർ, കഴിഞ്ഞ ഏതാണ്ട് 4 പതിറ്റാണ്ടോളം കാലം ഹോക്കിയും അതോടൊപ്പം തന്നെ ഈ ഔദ്യോഗിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോയ വ്യക്തിയാണ് അദ്ദേഹം. എന്തൊക്കെയാണ് അനുഭവങ്ങൾ? നമുക്ക് ശരിക്കും ഞാൻ 18 വയസ്സിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് സ്പോർട്സ് കോട്ടയിലാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ 18 കൊല്ലത്തോളം കേരള സ്റ്റേറ്റിന് വേണ്ടി നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുകയും 4 കൊല്ലം സ്റ്റേറ്റിൻ്റെ ക്യാപ്റ്റനുമായിരുന്നു. അതോടൊപ്പം ഞാൻ ഇന്ത്യൻ PNDക്ക് വേണ്ടി കളിക്കുകയും ചെയ്തു. അന്ന് ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ ടെലഗ്രാഫായിരുന്നു. അതിനുശേഷമാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ആയത്, BSNL വേറെ ആയത്, അങ്ങനെ വൈബ്രിഗേറ്റ് ചെയ്ത് പോയത്. പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ സ്പോർട്സുകാരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യം, കാരണം ഞങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകാനുള്ള സൗകര്യം എല്ലാവരും തന്നുകൊണ്ടിരുന്നു. അപ്പം നമുക്ക് ടെൻഷനില്ല. നമുക്ക് ഓഫീസിൽ ജോലിയുണ്ട്, അതുപോലെ ട്രെയിനിങ്ങിന് നമുക്ക് നമ്മുടേതായ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രവൃത്തിയും ചെയ്ത് നമുക്ക് ഉയരങ്ങളിൽ എത്താം എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടെ ആയിരുന്നു. അപ്പോൾ അതിനോടൊപ്പം ഞാൻ ഇത് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കാനായിട്ട് എനിക്ക് കാരണം GV രാജ സ്പോർട്സ് സ്കൂളിൽ 99 ആയപ്പോഴത്തേക്കും അവിടെ കോച്ചസിൻ്റെ ഷോർട്ടേജ് വന്നപ്പോഴത്തേക്കും അന്ന് ഉണ്ടായിരുന്ന ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ V ഗബ്രിയൽ സാറാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്നെ GV രാജയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ശ്രീജേഷിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. ശ്രീജേഷിനെ മാത്രമല്ല 18ഓളം ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് എൻ്റെ പീരീഡിൽ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ബോയ്സായിട്ട് ഗേൾസായിട്ടും. അതിൽ ഒളിമ്പിക് മെഡൽ വന്നത് ശ്രീജേഷിന് മാത്രമാണ്. റീസെൻ്റായിട്ട് ശ്രീജേഷിന് പത്മഭൂഷൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂടെ ആദരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഒരു അഭിമാന നേട്ടമാണ്. നമുക്ക് വിചാരിച്ചാൽ ഉയരങ്ങളിൽ എത്താം, പക്ഷേ എത്തണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസ് അറ്റ്മോസ്ഫിയർ നന്നായിരിക്കണം, അതുപോലെ ഫാമിലി അറ്റ്മോസ്ഫിയറും നന്നായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ചെയ്യാനുള്ള, അതെല്ലാം ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് സത്യം. അപ്പം അത് നമ്മൾ ശരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്തപ്പോൾ അതിനുള്ള റിസൾട്ട് വന്നു. ഇനി എൻ്റെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്നത്തോടു കൂടി എൻ്റെ ഈ പോസ്റ്റൽ ജീവിതം തീർന്നു, നമ്മൾ റിട്ടയർ ചെയ്ത് ഇറങ്ങിപ്പോയാണ് വളരെ ഹാപ്പിയോടുകൂടിയും സന്തോഷത്തോടു കൂടി. അപ്പം നെക്സ്റ്റ് അടുത്തത് വീണ്ടും പുതിയ പ്രതിഭകളെ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇനി വരും തലമുറയ്ക്ക് പുതിയ കോച്ചസ് വേണം. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഹോക്കി കളിക്കുന്നത് സാധാരണ ഗ്രൗണ്ടിലല്ല, ആർട്ടിഫിഷ്യൽ ടർഫിലാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ടർഫിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് വേണം. അപ്പോൾ ആ ട്രെയിനിങ് ഇന്ന് ട്രിവാൻഡ്രത്ത് ആ ഫെസിലിറ്റി ഉള്ള GV രാജ സ്പോർട്സ് സ്കൂളിലാണ്. ഞാൻ GV രാജ സ്പോർട്സ് സ്കൂളിലെ 3ാമത്തെ ബാച്ചിലെ പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്ക് അവിടെ പഠിപ്പിക്കാൻ തന്നെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ നിന്നൊരു ഒളിമ്പ്യൻ ഉണ്ടായി. ആ ഒളിമ്പ്യൻ അവിടെ തന്നെ 2 മെഡൽ കൊണ്ടുവന്നു. ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു കടാക്ഷം പോലെയാണ് എനിക്കിപ്പം തോന്നുന്നത്. പക്ഷെ അന്ന് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം അന്ന് നമുക്കൊരു വാശിയുള്ളത് നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയും ഇന്ത്യ കളിക്കണം. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആയിരുന്നു. അന്ന് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ GV രാജയ്ക്കില്ല. ഇന്ന് GV രാജയിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, അതുപോലെ വെൽ ക്വാളിഫൈഡ് കോച്ചസിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം അവർ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് അവിടെ ഇനിയിപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവിടെ സീനിയർ കോച്ചായിട്ട് അവരെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് കേരളത്തിൽ ശരിക്കും നല്ല പ്രതിഭകളുണ്ട്, നമ്മൾ കണ്ടെത്തി നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പുതിയ പുതിയ ശ്രീജേഷമേയും കിട്ടും. അതുപോലെ ഇനി നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വിമൻ ഹോക്കി ബോയ്സിനെക്കാളും സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. ഇനി അതിൽ നിന്ന് അടുത്ത നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇനി മുൻപോട്ട് പോകാൻ പോകുന്നത്. എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമേ ഞാൻ റിട്ടയർ ചെയ്യുന്നുള്ളൂ, പക്ഷേ ഹോക്കിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നില്ല. ഇനി ഭാവിയിലോട്ട് ഫുൾ ടൈം ഇതിലേക്ക് വേണ്ടി നമ്മുടെ കേരള ഹോക്കി അസോസിയേഷൻ്റെ ഭാഗമായിട്ടും GV രാജ ഡയറക്ടർ ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ടും വർക്ക് ചെയ്യാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ ക്രിക്കറ്റ് പോലെയുള്ള കായിക ഇനങ്ങൾ ഇത്രയധികം പോപ്പുലർ ആകുന്നതിന് മുമ്പ് തന്നെ ഹോക്കിയിൽ ഇന്ത്യ ഒരു കയ്യൊപ്പ് ചാർത്തിയിരുന്നു. അതിൽ തന്നെ കേരളത്തിന് വലിയൊരു പങ്കുണ്ട്. അതിപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ, ആ പാരമ്പര്യം നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? അല്ല, നമുക്ക് ഒളിമ്പിക്സിന് നമുക്ക് പണ്ട് തൊട്ട് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്നിട്ടുള്ളത് ഹോക്കിയാണ്. ഇപ്പോഴാണ് നമുക്ക് അത്ലറ്റിക്സിലെ നീരജ് ചോപ്രയും അല്ലെങ്കിൽ അഭിനയ് ബിന്ദ്രയും ഇവരെല്ലാം
ഒളിമ്പിക്സിലോട്ട് മെഡൽ എത്രയോ വർഷം കൊണ്ട് ഉണ്ടായതാണ്. പക്ഷെ ഹോക്കിയെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. നിങ്ങൾ ഏത് ടീം ഒളിമ്പിക്സിന് പോയില്ലെങ്കിലും അല്ലെങ്കിൽ ഏത് ടീം പോയാലും ഹോക്കി ടീം പോയോ ഇല്ല എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. പക്ഷെ ആ ഹോക്കി ടീം പോകുമ്പം എല്ലാവരുടെയും പ്രതീക്ഷ അത്ലറ്റിക്സിന് എത്ര ഗോൾഡ് കിട്ടും അല്ലെങ്കിൽ മെഡൽ കിട്ടുമെന്നല്ല, ഹോക്കിക്ക് മെഡൽ കിട്ടുമോ ഇല്ലേ, അതായിരുന്നു ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലെ ആഗ്രഹവും. അത് തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പം എനിക്കറിയാൻ ആദ്യത്തെ ഒളിമ്പിക്സിന് റിയോ ഒളിമ്പിക്സിൽ ശ്രീജേഷി പോയി എല്ലാ കളിയും തോറ്റ് തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ഒരു ജേഴ്സി എനിക്ക് തന്നു, ശ്രീജേഷിൻ്റെ ജേഴ്സി, സാർ ഇത് ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇടത്തില്ല, നീ ചെറുപ്പമാണ്, ഇനിയും ഒളിമ്പിക്സിന് പോയിട്ട് എന്ന് മെഡൽ വാങ്ങിയോ അന്ന് ഇടാം. പക്ഷേ ആ രണ്ടാമത്തെ ഒളിമ്പിക്സിന് ടോക്കിയോയിൽ പോയി മെഡൽ വാങ്ങിച്ചു. അന്ന് നമ്മൾ ആ ജേഴ്സി ഞാൻ തന്നെ ഇട്ടത് പോലെ മീഡിയയുടെ മുമ്പ് വന്നു. അപ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം നമുക്ക് ഒരു പ്ലെയറിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാം, അപ്പോൾ അത് പല രീതിയിൽ ചെയ്യും. അപ്പോൾ അതിൽ ശ്രീജേഷിന് കിട്ടിയത് ഈ ഒരു ജേഴ്സി ആയിരുന്നു. ആ 16 നമ്പർ ജേഴ്സി ഇന്ന് ഹോക്കി ഇന്ത്യ റിട്ടയർ ചെയ്യിപ്പിച്ച്, ശ്രീജേഷ് റിട്ടയർ ചെയ്തതോടൊപ്പം അതൊരു വലിയൊരു അംഗീകാരവും കൂടെയാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, നമുക്ക് ഇന്നും അന്നും ഹോക്കിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ കേരളത്തിൽ അത്രയും പോപ്പുലർ ആയിട്ടില്ല. കാരണം പ്ലെയേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല, പ്ലെയേഴ്സ് ഉണ്ട്. നമുക്ക് ബാക്കി നോർത്ത് ഇന്ത്യയിലെ പഞ്ചാബിനെ പോലെയും മഹാരാഷ്ട്ര പോലെയും അല്ലെ യു പിയെ പോലെയും ഒറീസയെ പോലെയും നമുക്ക് മുകളിലോട്ട് വരണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് വേണം. നമുക്കിവിടെ വളരെ മിനിമം ഫെസിലിറ്റിയാണ്. നമുക്ക് ഇവിടെ ടർഫ് കോർട്ടിൻ്റെ കുറവ്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കോച്ചസ് ഇല്ല, പിന്നെ നമുക്ക് എക്സ്പോസർ ഇല്ല. കാരണം നമ്മൾ എത്ര കളി പഠിപ്പിച്ചാലും നമ്മൾ എത്ര വലിയ കോച്ചായാലും പ്ലെയർ ആയാലും നമുക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടണം. ആ അവസരം കിട്ടിയാൽ മാത്രമേ കുട്ടികളുടെ ആ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇതേപോലെയുള്ള ഒളിമ്പിക്സ് പോലെയുള്ള അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് പോലെയുള്ള മത്സരങ്ങളിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും അത് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം കേരളത്തിൽ ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ കയറി വരുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ടർഫ് ഇടുന്നുണ്ട്, ഇനിയിപ്പോൾ മലപ്പുറത്ത് അടുത്ത് ഇടാൻ പോകുന്നുണ്ട്, കൊല്ലത്ത് നമുക്ക് ന്യൂ ഹോക്കി സ്റ്റേഡിയം ഉണ്ട്. അപ്പം 2-3 സ്ഥലത്തായി. അപ്പോൾ ഇനി കോമ്പറ്റീഷൻ്റെ ലെവൽ കൂടും. അപ്പോൾ ആ എക്സ്പോസർ വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ശ്രീജേഷിനെ പോലുള്ള പുതിയ കായിക താരങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും മുഴുവൻ സമയ പരിശീലകനായി രംഗത്തിറങ്ങുകയാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം പണിയേറെ ചെയ്യാനുണ്ടോ ഈ രംഗത്ത്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇനി വരും തലമുറയിൽ കോച്ചസിനെ വേണം. നമുക്ക് കേരളത്തിൽ കോച്ചസിൻ്റെ അഭാവം വളരെ കുറവാണ്. കാരണം നമുക്ക് ഒരു ക്വാളിഫൈഡ് കോച്ച് എന്ന് പറയുന്ന അയാൾ ഡിഗ്രി വേണം, PG വേണം, അതുപോലെ ഡിപ്ലോമ ഇൻ NIS ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്ത് കുറേ കടമ്പകൾ കടന്നാണ് ഒരു കോച്ചാവുന്നത്. അപ്പോൾ ആ കോച്ചസിൻ്റെ കുറവ് കേരളത്തിലുണ്ട്. അപ്പോൾ ഇനി വരും തലമുറയ്ക്ക് നമ്മൾ ഈ കോച്ചസിനെ ട്രെയിൻ ചെയ്തെടുക്കണം. ഇല്ലാതെ നമ്മളിപ്പം ഒരുപാട് സ്റ്റിക്ക്, നമ്മളിപ്പം കേരള ഹോക്കിയുടെ ഭാഗമായിട്ട് നമ്മൾ 250ഓളം സ്കൂളുകളിൽ ഹോക്കി സ്റ്റിക്ക് കൊടുക്കുന്നു, ബോൾ കൊടുക്കുന്നു, അവർക്ക് വേണ്ട ഫെസിലിറ്റി കൊടുക്കുന്നു. പക്ഷേ നമുക്ക് അവരെ തെറ്റ് പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു കുട്ടിയെ തെറ്റ് പഠിപ്പിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ പാടാണ്. അതേസമയം കുട്ടിയെ കറക്റ്റായിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അവൻ പെട്ടെന്ന് കയറി വരും, മുകളിലോട്ട് അത് ഈ തെറ്റ് ഹൈ ലെവൽ കോമ്പറ്റീഷന് വരുമ്പോഴാണ് അവൻ ഫെയിലിയർ ആവുന്നത്, ബേസിക് തെറ്റ് പഠിച്ചാൽ. അപ്പോൾ ആ ബേസിക് സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിക്കാനുള്ള കോച്ചസിനെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ കോച്ചസിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അതുപോലെ പുതിയ തലമുറ, കാരണം പുതിയ കുട്ടികൾ, ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ഈ വെക്കേഷൻ സമയത്ത് കൊല്ലത്ത് നമ്മൾ 175ഓളം കുട്ടികൾ 6 വയസ്സ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഏകദേശം അത്രയും കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പം അതിൽ നമുക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ 6 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പം ഈ കുട്ടി വളർന്ന് വരുമ്പോഴത്തേ അവൻ്റെ 12ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ അവൻ ഇന്ത്യൻ ക്യാമ്പിൽ എത്താം, അവൻ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അത് ചെയ്തു വരുന്നുണ്ട്. അതിന് കൊല്ലം ഹോക്കി അസോസിയേഷൻ ശരിക്കും ഇനിഷ്യേറ്റീവ് എടുത്ത് അത് നടത്തുന്നുണ്ട്. സ്കൂൾ തലത്തിൽ തന്നെ നിലവാരമുള്ള കോച്ചിങ് കൊടുക്കുക, അതാണല്ലേ? അതെ, നമുക്ക് ഇപ്പം നമ്മുടെ പുതിയ സിസ്റ്റം അനുസരിച്ച് ഹോക്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 11 പേരാണ് ഒരു സമയത്ത് കളിക്കുന്നത്. പക്ഷേ ഒരു ടീമിൽ 18 പേര് കാണും. അപ്പം നമുക്കൊരു ഫസ്റ്റ് 11 എന്ന് പറഞ്ഞൊരു ടീം ഇറക്കാൻ പറ്റില്ല, റോളിംഗ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഓരോ 4 മിനിറ്റിലും 5 മിനിറ്റിലും ആളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ബാസ്കറ്റ് ബോൾ അപ്പ് ആൻഡ് ഡൗൺ സ്പെൻഡ് ചെയ്തത്. അപ്പം സ്കൂൾ ലെവലിൽ നമ്മൾ തുടങ്ങുമ്പോഴേ അങ്ങനത്തെ ട്രെയിനിങ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടികൾ കോളേജ് ലെവലിലും സീനിയർ ലെവലിലും വരുമ്പോഴായിരിക്കും അവരുടെ കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്കൂൾ ലെവലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജീവിരാജ തന്നെ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. കാരണം അവിടെ ആകുമ്പം നമുക്ക് 2 നേരം കുട്ടികൾ അവൈലബിൾ ആണ്, ഇൻഫ്രാസ്ട്രക്ചർ പോകുന്നുണ്ട്, നമുക്ക് എല്ലാ ഹോസ്റ്റലും വിദ്യാഭ്യാസവും എല്ലാം ഒരു ക്യാമ്പസിൻ്റെ അകത്താണ്. അപ്പം നമുക്ക് എല്ലാ സൗകര്യം ഉള്ളപ്പം അവിടെ ട്രെയിൻ ചെയ്യുമ്പം നമുക്ക് ആ കുട്ടികൾ, എന്താ കേരളത്തിൽ മൊത്തം ജില്ലയിൽ നിന്നും സെലക്ട് ചെയ്ത് വരുന്ന സെലക്റ്റഡ് കുട്ടികളാണ്. അപ്പം ആ
കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും പോസ്റ്റൽ വകുപ്പിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുകയാണെങ്കിലും നടന്നു കയറുന്നത് കായിക ലോകത്തിന്റെ വലിയ വിശാലമായ മൈതാനത്തേക്കാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു സർ. നമസ്കാരം. തത്വമൈ ന്യൂസിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ SR അഭിരാമിനൊപ്പം കുമാർ സംയോഗി.